ഹലോ. ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിട്ട് പറയും. അല്ല സാർ, ഇത് മൊത്തത്തിൽ കണ്ടപ്പോ ഒരു റേഞ്ച് ഔട്ട് മാർക്കറ്റ് ആയിട്ട് തോന്നിയത്. ഒരു മൂവ്മെന്റ് കാര്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല ഇന്ന്. ആക്ച്വലി എനിക്കൊരു ലോസ് ഡേ ആയിരുന്നു കേട്ടോ. കാരണം ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രേഡ് എടുക്കാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഇത് ബ്രേക്ക് ചെയ്ത് വന്നിട്ട് ഇതിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഈ ഒരു ക്യാൻഡലിൽ ഇതിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ച്, ഇതായിരുന്നു ടാർഗറ്റ് വെച്ച് കറക്റ്റ് വണ്ടിച്ചിട്ട് ആ മോളി പോയി അടിച്ച് താഴത്തേക്ക് ഇറങ്ങിപ്പോകും. ഇന്നൊരു ലോസ് ഡേ ആയിരുന്നു ഇത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു, ഇത് ബ്രേക്ക് ചെയ്തു. പിന്നെ എന്തായിരുന്നു, നല്ലൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ഇവിടെ. കുറച്ച് ഒരു കൺസോൾട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു ടോപ്പിൽ ഞാൻ എൻട്രി എടുത്തു, താഴത്തേക്ക് ഇറങ്ങുന്നുള്ളത്. പക്ഷെ അത് ഇറങ്ങിയില്ല, നേരെ മോളിൽ പോയി. ഇവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു ഒന്ന് താഴത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. പക്ഷെ അത് വീണ്ടും മോളിൽ പോയി ഒരു അടിച്ചു പോയി. മുകളിലേക്ക് പോയിട്ട് അടിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അത് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു വീഴ്ച താഴത്തേക്ക് വീടും ചെയ്തു. ഏറെക്കുറെ വീടിൻ്റെ അടുത്തെത്തി. പക്ഷെ റേഞ്ച് ബോണ്ടിൽ എടുക്കുമ്പോൾ ഒരു പ്രശ്നം അതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ക്വിക്കായിട്ട് ഇങ്ങനെ ഇന്റേണലി ഭയങ്കര കളി കളിക്കും. ഇന്റേണലി നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചറിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്റേണലി ഭയങ്കര കളി കളിക്കും. എനിക്ക് ഇതിനെ ബ്രേക്ക് ചെയ്തു, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങി, ഇതിനെ ബ്രേക്ക് ചെയ്തു, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് വന്നു. ഇനിയിപ്പോൾ അടുത്ത് ഏതിനെ ബ്രേക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു പക്ഷേ ഇതിനെ ബ്രേക്ക് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്യായിരിക്കും. അപ്പോൾ ഇന്റേണലി ഭയങ്കര കളി കളിക്കും. മറ്റേതാണെങ്കിൽ നമുക്ക് ഒരു കറക്റ്റായിട്ട് പാത്ത് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നല്ലൊരു മാർക്കറ്റ്, ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ ഒരു പാത്ത് കിട്ടും. ഇതൊരു പാത്ത് കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നെ ഇത് എടുക്കാനുള്ള ഒരു കാരണം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഒരു ഇംബാലൻസ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഇതിനെടുത്തിട്ട് ഇംബാലൻസ് ഫില്ല് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇവിടുന്ന് എടുത്തത്. അങ്ങനെ നല്ലൊരു ഏരിയയും കൂടിയായിരുന്നു. സ്റ്റോപ്പ് ലോസ് അടിച്ചുകൂടാം. നോ ഷൂ, വല്ലപ്പോഴൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കാം. ഓക്കെ, സനു പറയും. സനു എന്താ കൈവന്നിച്ചത്? സനു ഇതിനാണോ കൈവന്നിച്ചു? സനു ആണല്ലോ പറഞ്ഞാലോ. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പതിപോലെ തന്നെ കോട്ടോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസിപ്ലിൻ. കോട്ട് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ഈസ് യുവർ ബെസ്റ്റ് ടൂൾ ഫോർ അവോയ്ഡിങ് റാഷ് ഡിസിഷൻസ്. വർക്ക് ഓൺ ബിൽഡിംഗ് ഇറ്റ്, ഓർ യു മേ ഫൈൻഡ് യുവർ സെൽഫ് റിപ്പീറ്റഡ്ലി ഹംബിൾഡ് ബൈ ദ മാർക്കറ്റ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബെസ്റ്റ് ടൂളാണ്. അതായത് ഡിസിപ്ലിൻ ആണ് നിങ്ങളുടെ റാഷ് ഡിസിഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾ. ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു ഇമ്പൾസീവ് മൂവ് അല്ലെങ്കിൽ ഇമ്പൾസായി എടുക്കുന്ന ഡിസിഷനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ നമ്മളൊരു 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. 5 പോയിന്റിനെ ഇന്ന് ചുരുക്കിയാണ് ഇന്നിപ്പോൾ നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്നത്. വർക്ക് ഓൺ ബിൽഡിംഗ് ഇറ്റ്, അതായത് അത് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പതുക്കെ ക്വാളിറ്റിയോട് കൂടിയിട്ട് കൊണ്ടുവരാൻ അതിന്റെ മുകളിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ മാർക്കറ്റ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓരോ തവണ ട്രേഡ് എടുക്കുമ്പോഴും തൊട്ടു മുന്നേ നമ്മൾ സംസാരിച്ചതുപോലെ ഓരോ തവണ ട്രേഡ് എടുക്കുമ്പോഴും നമുക്ക് ഗ്യാമ്പിൾ ചെയ്യാനാണ് ഏറ്റവും സുഖം. ഏറ്റവും എളുപ്പം ഗ്യാമ്പിൾ ചെയ്യാനാണ്. കാര്യമായിട്ട് ചിന്തിക്കേണ്ട. ക്യാൻഡിലുകൾ നോക്കി നമുക്ക് തോന്നിയ പോലെ ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ബ്രേക്ക് ഔട്ട് ആണ്, ഇത് റീടെസ്റ്റ് ആണ്, അതല്ലെങ്കിൽ ഫെയർ വാല്യൂ ആണ്, ഇംബാലൻസ് ആണ്, അങ്ങനെ പലതും തോന്നിയിട്ട് നമുക്ക് മാർക്കറ്റിനെ യാതൊരുവിധ അനാലിസിസും ഇല്ലാതെ നമുക്ക് ചാടി കയറി എടുക്കാം. അതുമില്ലാതെ ഒരു ക്യാൻഡിലുകൾ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഓരോ എടുക്കലും എന്തായിരിക്കും, മാർക്കറ്റ് നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം ചിലപ്പോൾ കുറച്ച് തരും, എന്നിട്ട് മുഴുവൻ കളയും. അപ്പോൾ വീണ്ടും നമ്മളൊരു തീരുമാനത്തിലെത്തും, ഞാൻ എന്താണ് ഡിസിപ്ലിൻ ആവാൻ പോവാന്ന് പറയും. പക്ഷെ സംഭവിക്കില്ല. എന്തുകൊണ്ട് സംഭവിക്കില്ല? നമ്മൾ അതിന്റെ മുകളിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കില്ല. വീണ്ടും നമ്മൾ അതേ പാറ്റേൺ, ഏത് പാറ്റേൺ തൊട്ട് മുന്നേ ചെയ്ത ഗാംബ്ലിംഗ് പാറ്റേണിലേക്ക് പോകും. ആ ഗാംബ്ലിംഗ് പാറ്റേൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ വീണ്ടും കളയും. അപ്പോഴും തീരുമാനം എടുക്കും, ഞാനത് സംഭവിക്കില്ല, അല്ലെങ്കിൽ ഇനി ഇത് സംഭവിപ്പിക്കില്ല, ഞാൻ ഇനി മുതൽ നന്നാവും എന്ന് പറയും. ആ നന്നാവും എന്ന് പറച്ചിൽ മനസ്സിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ ഡിസിഷൻ എടുക്കാറില്ല ആക്ച്വലി, അല്ലെങ്കിൽ അതിന് മുകളിൽ വർക്ക് ചെയ്യാറില്ല. അപ്പൊ ആരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മാർക്കറ്റാണ് നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? നിങ്ങൾ ഡിസിപ്ലിനോട് കൂടി വാ. ഇവിടെ ഇരിക്കുന്ന ഒരു ഇതെല്ലാവർക്കും അത് തന്നെയായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. മാർക്കറ്റ് തന്നെയാണ് പഠിപ്പിച്ചത്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ട്രേഡ് എടുക്കാൻ വരണ്ട എന്നുള്ള മാർക്കറ്റാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ കോട്ടിലുള്ളത്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നിയിരുന്നോ? ഉണ്ടെങ്കിലും ഒന്ന് പറയൂ, കൈബന്ധിക്കൂ. അല്ലെങ്കിൽ മനസ്സിലായിരുന്നോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ, ഇതിനെ കുറിച്ചിട്ടൊന്ന് കൈബന്ധിക്കൂ. പുതിയതും പഴയതും എല്ലാവരും കൂടിയുള്ള ആളുകളോടാണ് ചോദിക്കുന്നത് കേട്ടോ. കാളിദാസ് പറയും. സാറേ, നമുക്ക് ഇല്ലാത്ത മെയിൻ സംഭവമാണ് അത് പഠിക്കാനായിട്ടാണ് മെയിനായിട്ട് ട്രേഡ് റൂട്ടിൽ വന്നിരിക്കുന്നത്.
ഡിസിപ്ലിൻ ഇല്ല. ഫസ്റ്റ് ലെറ്ററിൽ തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് റൂട്ടിൽ വന്നത്. ഓക്കെ. എന്ത് തോന്നുന്നു? 2-3 ദിവസമായില്ലേ ഇപ്പൊ? എന്ത് തോന്നുന്നു? ഞാന് ഓൾറെഡി കണ്ടിരുന്നു സാറേ, സാറിന്റെ ക്ലാസ് പറഞ്ഞിരുന്നല്ലോ. കാളിദാസ് മുന്നേ കണ്ടിരുന്നല്ലോ. ഓക്കെ. കാണാറുണ്ട്. ഓക്കെ, പറയൂ. സനു പറയൂ. സനു ജോൺ. സനു എന്ന് പറയുമ്പോൾ മറ്റേ സനുലേക്ക് പോകേണ്ടതായിരിക്കും. സാർ എനിക്ക് സാർ ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ തന്നെ. ഇപ്പോ 2-3 ദിവസമായിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ബാലൻസ് അക്കൗണ്ടിൽ വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നുണ്ട്. അത് അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞത് തന്നെ എന്റെ ഹിസ്റ്ററിയിൽ ആദ്യത്തെ സംഭവമാ. കയ്യില് ബാലൻസ്, സീറോ ബാലൻസ് അക്കൗണ്ട്, അതല്ലെങ്കിൽ എന്താ പറയാ, മുഴുവൻ വാഷ് ഔട്ട് ആയതിനു ശേഷം കുറച്ച് ദിവസമൊക്കെ നമ്മൾ മാറി നിൽക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ബാലൻസ് വെച്ചിട്ടും 2-3 ദിവസം ട്രേഡ് നോക്കിയിട്ടും മാർക്കറ്റ് നോക്കിയിട്ടും ട്രേഡ് എടുക്കാതിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ നിങ്ങളോട് ഞാൻ തുടക്കം ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ ഇത് മനസ്സിലായോ? പതുക്കെ ആ ഒരു ഡിസിപ്ലിൻ പതുക്കെ ക്രിയേറ്റ് ആയി വരുന്നത് ഒരു ചെറിയൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ $100 എത്തുന്നതിന്റെ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ $100 എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ട് $100 99 ആണെങ്കിൽ 100 എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ചിലപ്പോ മിക്കവാറും ഒരു 102 103 എത്തും. ഈ 103 എത്തിക്കഴിഞ്ഞാൽ ആദ്യം തോന്നുക 110 എത്തിക്കണം എന്നാ, റൗണ്ട് ഫിഗർ ആക്കണം. അപ്പൊ അത് ട്രേഡ് ചെയ്തു. അപ്പൊ ഈ ഡിസിപ്ലിൻ ഇല്ലാത്തതിന്റെ പ്രശ്നം ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഡിസിപ്ലിൻ ഉള്ള പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചൊരു മനസ്സുകൊണ്ട് ട്രേഡ് എടുക്കണം എന്നുള്ളൊരു ഇന്റൻഷൻ വരുന്നില്ല. ഒരു ഓർമ്മ വരും. അപ്പൊ ഓർമ്മ വരില്ല ഞാൻ പിടിച്ച് പുറത്താക്കുന്ന പറഞ്ഞത്. അല്ല, അത് ബേസിക്കലി ആ ഒരു സ്ട്രിക്റ്റ് ആവശ്യമാണ്. നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, ഒന്നും ആരും ചോദിക്കില്ല എന്ന് പറയുന്നിടത്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻസ് കട്ട് ചെയ്യണത്. അതെ, ശരിയാണ്. നമ്മുടേതായ ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. അതെ, വൈൽഡ് ആയിട്ട് ഒരു ഫ്രീഡം വരുമ്പോ നമുക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ ആ ഒരു ഡിസിപ്ലിൻ പതുക്കെ സ്വന്തമായിട്ട് ശീലിക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫായിട്ട് തന്നെ ഒരു ഡിസിപ്ലിൻ കുറച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ആവും എന്നൊരു വിശ്വാസം ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു ബാച്ച് ആണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ഡിസിപ്ലിൻ ഇത്ര കാലത്തിനിടയ്ക്ക് ഇത്ര രീതിയിൽ ഡിസിപ്ലിനോട് കൂടി ഇതുവരെ ട്രേഡ് എടുക്കാതെ, ഞാൻ ഒരു റാൻഡം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുള്ള് ചെക്ക് ഞാൻ ചെയ്തിട്ടില്ല. റാൻഡം ചെക്ക് ചെയ്ത സമയത്ത് ട്രേഡ് എടുക്കാതെ ഇരിക്കുന്ന ആളുകൾ. ബാക്കിയുള്ള ബാച്ചിലൊക്കെ ഇത് പറയും. പക്ഷെ നേരത്തെ ഷാജാൻ പറഞ്ഞ പോലെ തന്നെ അസുഖമുണ്ട്. വേറെ കുറച്ചേരൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കേണ്ട ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഞാൻ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ ട്രേഡ് എടുക്കാൻ കൈ തരിക്കുമ്പോ തന്നെ നമ്മൾ ആ ഇന്റൻഷൻ അവിടെ വെച്ച് നിർത്താണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് തുടക്കത്തില് ഞാൻ പറഞ്ഞ കാര്യം അതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്, കയ്യിൽ പൈസ ഇരിക്കണം, നിങ്ങൾ അതിലേക്ക് തൊടരുത്. തൊട്ടുന്ന് ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും. അത് സത്യം പറഞ്ഞ സാർ ആദ്യം ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ ആദ്യമേ തന്നെ അക്കൗണ്ടിൽ $100 എങ്കിലും ബാലൻസ് ഇട്ട് കാണിച്ച് അതിന്റെ സ്ക്രീൻഷോട്ട് ഇടണം എന്ന് പറയുമ്പോ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ഇന്റൻഷൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഈ $100 ഇട്ടിട്ടും നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് അതിന്റെ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതിപ്പോഴാണ് മനസ്സിലായത്. അല്ലെങ്കിൽ ഇപ്പൊ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പൈസ ലോഡ് ചെയ്താൽ പോരെ എന്നായിരുന്നു എന്റെ ഒരു സംശയം. അപ്പൊ ഈ ലോഡ് ചെയ്തിട്ടും നമ്മൾ ട്രേഡ് ചെയ്യാതെ ഡിസിപ്ലിനോട് കൂടി ഇരിക്കണം എന്ന് പറയുമ്പോ അതൊരു സംഭവമാണ്. കാരണം അത് അത്ര എളുപ്പമല്ല എന്ന് അറിയാം. ഈവൺ ഞാൻ പറഞ്ഞല്ലേ, ഇന്നിപ്പോ ഞാൻ അനാവശ്യമായിട്ട് ട്രേഡിലേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് ആക്ച്വലി. കാരണം എന്റെ തന്നെ ഞാൻ തന്നെ ഒരു രീതിയിൽ അനാലിസിസ് ഒക്കെ ചെയ്തു. ഈ റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ തെറ്റിച്ചു. ഞാൻ നോക്കിയില്ല, പിന്നെ ഒരു റീ എൻട്രി ഞാൻ നോക്കിയില്ല. മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നുള്ള ഏറെക്കുറൊക്കെ ഉറപ്പുണ്ടായിരുന്നു, എനിക്കത് തിരിച്ച് എടുക്കാമെന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയില്ല. കാരണം എന്താണ്, എനിക്ക് എന്റെ ഡിസിപ്ലിൻ ഇല്ലായ്മയ്ക്ക് ഞാനിട്ട പിഴയാണ് ഞാൻ ഇന്ന് ട്രേഡ് എടുക്കില്ല എന്നുള്ളത്. കാരണം ഡിസിപ്ലിൻ ഞാൻ തന്നെ തെറ്റിച്ചേണ്ടതാണ്. പക്ഷെ എനിക്ക് അവിടെ കാരണം ഉണ്ടായിരുന്നു, ട്രേഡ് എടുക്കാനുള്ള കാരണം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഞാൻ ചെയ്തൊരു അനാലിസിസിന്റെ ബേസ് അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന. മോർണിംഗ് അനാലിസിസിന്റെ ബേസ് അല്ലായിരുന്നു ഉണ്ടായിരുന്നു. അതിലൊരു 50-50 അല്ല, അതിന് മുകളിലും കാരണം ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി SL അടിച്ചു. മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയായിരുന്നു. കാരണം റേഞ്ച് കൊണ്ടായതുകൊണ്ട് ഇനിയും താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, മാറി. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഡെവലപ്പ് ചെയ്യുന്നതല്ല കേട്ടോ, അത് കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കയ്യിൽ കാശ് ഇരിക്കാൻ നിങ്ങൾ പഠിക്കണം.
ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് തന്നെ കേൾക്കുന്നുണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കും, ഞാൻ സംസാരിക്കും. ആരാ? സതീഷേ? യെസ് സർ. ആ. ഞാൻ ഇവിടെ കേൾക്കണ്ടെന്ന് പറഞ്ഞോ. ഇപ്പൊ കേട്ടത്രേ. ആ, അപ്പൊ ഈ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഇതിന് ഫ്ലോ പോവും, അതാണ് പ്രശ്നം. പറഞ്ഞതാണ് മറന്നുപോയി ഞാൻ. സോറി, ഞാൻ മൈക്ക് ഓഫ് ആക്കാൻ സാറേ. അപ്പം ഫ്ലോ പോയി, ഞാൻ മറന്നുപോയി ആക്ച്വലി എന്താന്നുള്ളത്. എനിവേ ഓക്കെ, സനു ഇനി ശ്രീജിത്ത് പറയും, ഞാൻ മറന്നുപോയി സത്യത്തിൽ. ശ്രീജിത്ത് എന്തോ കൈപ്പൊന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പറയും ശ്രീജിത്ത്. ആ സർ പറഞ്ഞോളൂ. കേൾക്കാമോ? ഞാൻ പുറത്താണ്. കേൾക്കും, ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാനും പറയാൻ ഉദ്ദേശിച്ച കാര്യം സനു എന്ന് പറഞ്ഞ ആ പുള്ളി പറഞ്ഞു. പിന്നെ എനിക്ക് ഡിസിപ്ലിന്റെ കാര്യം പറഞ്ഞില്ലേ സർ, ഓക്കെ അത് ആ പുള്ളി മുഴുവൻ സംസാരിച്ച മൊത്തം എനിക്ക് പറയാനുള്ളതായിരുന്നു. ഓക്കെ ഓക്കെ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഓക്കെ ഓക്കെ, ഷാനാസ് പറയും. അല്ല, എനിക്കിപ്പം ക്ലാസ്സിൽ വന്നിട്ട് എനിക്ക് മനസ്സിലാകുന്നത് സ്ട്രാറ്റജിയേക്കാൾ ഇമ്പോർട്ടന്റ് ഡിസിപ്ലിൻ ആണെന്നാണ് എനിക്ക് 3 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല ശരിയാണോ എന്ന്. അത് തന്നെയാണ് ശരി. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഒന്നുമല്ല ആക്ച്വലി. സ്ട്രാറ്റജി നിങ്ങളുടെ മാർക്കറ്റ് എന്താണെന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സ്ട്രാറ്റജി. ഒരു പ്രോഫിറ്റ് വരും, പക്ഷെ അതിനപ്പുറത്താണ് ബാക്കിയുള്ളത്. പറഞ്ഞോളൂ ഷാനാസ് പറഞ്ഞു. പറഞ്ഞോളൂ ഷാനാസ്, കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഓക്കെ, അപ്പൊ ഇത്രയാണ്. എന്നും പറയുന്ന പോലെ തന്നെ നമുക്ക് കോട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇന്നലെ ഇട്ടത് തന്നെയല്ലേ ഇന്ന്, അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച മുന്നിട്ടത് തന്നെയല്ലേ ഇന്ന് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഓക്കെ, ഒരു കോട്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അന്നത്തെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ അതിന്റെ മുകളിൽ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് അതൊരു ഓർമ്മയിൽ ഉണ്ടാകാൻ ആയിട്ട് മാത്രമാണ്. ഇനി ഇത് പേഴ്സണലി എങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ ഒരു കോട്ട് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു ഡെസ്ക്ടോപ്പിൽ ഒരു നോട്ട് പാഡിൽ ഞാനിവിടെ വെക്കും. ഞാൻ നിങ്ങൾക്ക് ഇടുന്ന അതേ കോട്ട് തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇത് നോട്ട് പാഡിൽ വെക്കും. നോട്ട് പാഡിൽ വെച്ചിട്ട് എൻ്റെ ട്രേഡ് എടുക്കുന്നതിന് സൈഡിൽ ആ നോട്ട് പാഡ് എപ്പോഴും ഉണ്ടാവും. ആ നോട്ട് പാഡ് എന്ന് വെച്ചാൽ ഡെസ്ക്ടോപ്പിലെ നോട്ട് പാഡ് എന്താണ് നമ്മൾ എഴുതി വെക്കുന്നതല്ല, അതുണ്ടാവും. അതിങ്ങനെ ഇടയ്ക്കിട്ട് ഇങ്ങനെ എനിക്ക് കാണാവുന്ന രീതിയിലായിരിക്കും അത് വെക്കുന്നത്. അപ്പോൾ ഓരോ ട്രേഡ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഓരോ ട്രേഡിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്തും ഞാനതിങ്ങനെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വായിക്കും. അല്ലെങ്കിൽ ഞാനൊരു ട്രേഡ് എടുക്കുന്നതിന്റെ തൊട്ട് മുന്നും അല്ലെങ്കിൽ ഒരു സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്തും ഈ നോട്ട് പാഡ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഒരൊറ്റ വായനയിൽ തന്നെ എനിക്ക് മനസ്സിലാവും ഈ ട്രേഡ് എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇന്നിപ്പോ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന കോപ്പി ഇതിന്റെ എഗെയിൻസ്റ്റ് ആണ് ഞാനിന്ന് ട്രേഡ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഇങ്ങനൊരു പാറ്റേൺ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ മറ്റുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോപ്പി ചെയ്ത് വെക്കുക. ഈവൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പൊ ഞാനിപ്പോ കോപ്പി ചെയ്ത് വെച്ച പോലെ തന്നെ കോപ്പി ചെയ്ത് നിങ്ങളുടെ ഇതിൽ വെക്കാം, ഏതില് ട്രേഡിംഗ് വ്യൂവിൽ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത് കാണുന്ന സമയത്ത്, നിങ്ങൾക്ക് അത് വായിക്കുന്ന സമയത്ത്, ഓരോ സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ടിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ എൻട്രി എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് മുന്നിൽ കോട്ട് ഉണ്ടല്ലോ, ആ കോട്ട് പ്രകാരമാണോ ഞാനിത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ യൂട്ടിലൈസ് ചെയ്യുക, കിട്ടുന്ന റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുക, വെറുതെ മിണ്ടാതിരിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ഇടുന്ന, ഞാൻ എന്നും കാണാറുണ്ട് 5-8 പേര് എന്തായാലും അതിന്റെ പുറകിൽ റിയാക്ഷൻ ഇട്ട് കൊടുക്കാറുണ്ട്, തമ്പ് ഇടാറുണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾ അത് വായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വായിക്കുന്നുണ്ട് ആളുകൾ ഉണ്ടെങ്കിൽ ഒരു തമ്പ് റിയാക്ഷൻ കൊടുക്കുക. ഒരു കോട്ടിന്റെ ഇതായിട്ടല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തമ്പ് റിയാക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോഴും എന്ത് തന്നെയാണ്, ഇന്നലെ നമ്മൾ സംസാരിച്ച അതേ ഇതിൽ തന്നെയാണ് അല്ലെ. ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ട ആളുകളൊന്ന് പറഞ്ഞേ, ഒന്ന് കൈപ്പൊന്നിച്ചു. ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഒന്ന് കൈപ്പൊന്നിച്ചു. എട്ട് ഒമ്പത് പേരൊക്കെ ഇവിടെ കണ്ടു, 10 പേര്. ഓക്കെ, ശ്രേയസ് എന്തായിരുന്നു നമുക്ക് പ്രീ മാർക്കറ്റ് അനാലിസിസിൽ നോട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ, ചാർട്ടിൽ നോട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തായാലും? ശ്രേയസ് മൈക്ക്. ഹലോ, ആ പറയും. ഉഷാറാവട്ടെ എന്റെ ശ്രേയസേ, വാ ചാടി കയറി വാ. ഇന്ന് ആ, പറ. റേഞ്ച് ബോണ്ടിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ ഒരു അപ്പ് മൂവ്മെന്റിൽ ഉണ്ടാക്കി ഇംബാലൻസിൽ വരുമ്പോ ഒരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡില്.
ഓക്കെ. വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല പിന്നെ അല്ല, ഗോൾഡിലൊന്നും ശ്രദ്ധിച്ചില്ല. അത് തന്നെയായിരുന്നു ഗോൾഡിലുണ്ടായിരുന്നത്. ഐ മീൻ ഇതൊരു ഇംബാലൻസിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംബാലൻസിനെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് കയറിപ്പോയി അല്ലെ? എത്തുന്നല്ല, എത്തിയാൽ നമുക്ക് ഇവിടെ എൻട്രി ചാൻസ് ഉണ്ട്. അത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ മുകളിലേക്ക് കയറിപ്പോയി. മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇംബാലൻസിനെ എന്തായാലും പിക്ക് ചെയ്ത് വിടും. ഓക്കെ. ഇനി ഇതായിരുന്നു ഏതിൽ പറഞ്ഞിരുന്നത്, ഗോൾഡിൽ റേഞ്ച് ബൗണ്ടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. എൻട്രി സാധ്യതകളൊന്നും കിട്ടിയിട്ടില്ല. ആകെ പറഞ്ഞ ഒരു എൻട്രിക്കാണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ ഈ വരുന്ന എൻട്രി നമുക്ക് കൺഫർമേഷനോടി തന്നെ എടുക്കണം, അല്ലാതെ എടുക്കാൻ പറ്റില്ല. ഓക്കെ. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിലിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? US ഓയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഈ ഏരിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആർക്കെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? US ഓയിലിൽ ഈ ഏരിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരു ആ ഫോളോവർ അതിന്റെ ഇംബാലൻസ് പറഞ്ഞു. ലെഫ്റ്റില് ഒരു സർക്കിൾ ചെയ്തിട്ട് ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാല് വന്നിട്ട് കയറി പോകുന്നു പറഞ്ഞു. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഹൈ അല്ല, എടുത്തിട്ട് ഒരു ഇതിലല്ല, ഇതിന്റെ ബോട്ടം അല്ലേ, ബോട്ടം പാർട്ടില് ബോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയ, കാരണം ഒരു ടച്ച് ചെയ്യാത്ത ഏരിയ ആയതുകൊണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നിട്ട് മുകളിൽ കയറി. ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. ഇതും പറഞ്ഞിട്ടില്ലേ? പക്ഷെ ഇത് ഇന്നലത്തെ അല്ലേ? ഇന്നത്തെയാണത്. അവിടെ ഒരു ശരി, സെൽ എൻട്രി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. ഇവിടെ അല്ലേ സെലണ്ടറി പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇതിന്റെ മുകളിൽ എത്തുന്ന സമയത്ത് ഒരു സെലണ്ടറി പറഞ്ഞിട്ടില്ലേ? അതുപോലെ പക്ഷെ അവിടെ കിടന്ന് കുറച്ച് കളിക്കുന്നു പറഞ്ഞിരുന്നു. ഒരു ബൈ എൻട്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് താഴെ വന്നിട്ട് താഴെ വന്നിട്ട് ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഏരിയയിൽ തന്നെയല്ലേ ബൈ എൻട്രി പറഞ്ഞിരുന്നു. ഇവിടേക്ക് എത്തുന്ന സമയത്ത് ആ ഏരിയയിൽ തന്നെ പറഞ്ഞു. പക്ഷെ നമുക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലൈനിലേക്ക് അവിടേക്ക് എത്തിയില്ല. എത്താത്തൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റീടച്ച് ചെയ്യാത്തൊരു ഏരിയ ഉണ്ടായിരുന്നു. അതിനെ വിക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇപ്പോഴത്തെ മാർക്കറ്റ് കുറച്ച് നേരം നിന്ന് കളിക്കുന്നുണ്ട്. ഏറെക്കുറെ ഇതും ഒരു റേഞ്ച് ബൗണ്ട് തന്നെയായിരുന്നു. റേഞ്ച് ബൗണ്ട് തന്നെയാണ്, നോക്കി കഴിഞ്ഞാൽ അറിയാം. റേഞ്ച് ബൗണ്ട് തന്നെയായിരുന്നു. ഇവിടെ കുറെ നേരം കളിച്ച് മുകളിലോട്ട് പോയി, അവിടുന്ന് ഒരു സെല്ല് വന്നു, താഴോട്ടേക്ക് വന്ന് വീണ്ടും എടുത്ത് മുകളിലോട്ട് തന്നെ പോകുന്നു. റേഞ്ച് തന്നെയാണ്. മാർക്കറ്റ് ടോട്ടലി റേഞ്ചിലാണ് കളിച്ചിരുന്നത്. ഒരു മൂവ്മെന്റ് ഇപ്പൊ ഇതുപോലെ ക്വിക്ക് മൂവ്മെന്റ് തന്നു. അതുപോലെ ഇപ്പൊ ഗോൾഡിൽ ഒരു ക്വിക്ക് മൂവ്മെന്റ്, ക്വിക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ഇങ്ങനെയായിരുന്നു. എന്തെങ്കിലും തരത്തിൽ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എഫക്ട് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രീ മാർക്കറ്റ് അനാലിസിസിനെ നോക്കി കാണുന്നു എന്നുള്ള ആരെങ്കിലും ഒന്ന് രണ്ടുപേരൊന്ന് കൈവന്നിച്ചിട്ട് പറയാൻ പറ്റുമോ? ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നോ? ജംഷീർ പറയും. ജംഷീർ പറയും. സാറ് പറഞ്ഞ മറ്റേ നമ്മളെല്ലാം വരച്ചിടുന്നുണ്ട് ആ ലൈനിൽ തന്നെ. ഇപ്പൊ ഡേന്റെ FEG, പിന്നെ അതുപോലെ സപ്പോർട്ട് ഏരിയ, റെസിഡൻസ്, അതൊക്കെ നമ്മൾ വരച്ചിടുന്നുണ്ട്. അപ്പോഴേക്കും കുറെ കാര്യങ്ങൾ ബെനിഫിറ്റ് ആണ്. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ 15 മിനിറ്റ്സിൽ ഒരു ഇംബാലൻസ് പറഞ്ഞു, അവിടെ വരാൻ ചാൻസ് ഉണ്ട്, അവിടെ വന്ന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. വേറെ ആരെങ്കിലും പറയാണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിനെ നോക്കി കാണുന്നു എന്നുള്ളത്? പുതിയ ആളുകൾ ആരെങ്കിലും? ഓക്കെ, ധനുഷ് പറയും. കുറെ നാൾ കൂടിയാണ് ഇന്ന് പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണുന്നത്. ഇന്നൊരു അവസരം കിട്ടിയപ്പോഴാണ് കണ്ടത്. അപ്പോ ഒരു 15 മിനിറ്റ് FEGന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണമാണ് ആക്ച്വലി എൻട്രി എടുക്കാഞ്ഞത്. ആ എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ എന്തായാലും അത് കൊണ്ടുപോയനെ, എൻട്രി സ്റ്റോപ്പ് കൊണ്ടുപോയനെ. കാരണം നമ്മളുടെ സ്റ്റോപ്പ് ലോസിന്റെ കറക്റ്റ് താഴെയാണ് ആ 15 മിനിറ്റ് FEG കിടക്കുന്നത്. അപ്പം വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് വന്നിട്ട് തന്നെയാണ് പോയത്. ടച്ച് ചെയ്തില്ല, എന്നാൽ പോലും ജസ്റ്റ് വന്ന് ടച്ച് അവിടെ, അതായത് സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞ് ആ ലോ എടുത്തിട്ടാണ് പോയത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ ധനുഷിനോട്, ഓർക്കുന്നില്ലേ? അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഓക്കെ. എന്തായാലും പഠിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം ധനുഷ്. അനുഭവത്തിൽ എടുക്കുന്നു എന്നുള്ളത് അതിനുള്ള റിസൾട്ട് ഉണ്ടാവട്ടെ. ഒരാള് നമുക്ക് വേണ്ടിട്ട് ഇത്രയും എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും കേൾക്കണമല്ലോ കാര്യങ്ങള്. മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുന്നു എന്ന് പറയുന്നൊക്കെ സന്തോഷം തരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പ്രീ മാർക്കറ്റിന്റെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ട്രേഡുകളെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം.
എന്തൊക്കെയാണ് ഇന്ന് നടത്തുന്ന ട്രേഡുകൾ എന്നുള്ളത് നോക്കാം. യൂഷ്വലി ഇന്നും ട്രേഡ് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വെട്ടി നിരത്തലില്ല. വെട്ടി നിരത്തൽ ട്രേഡ് കിട്ടുന്ന ദിവസങ്ങളിലായിരിക്കും ഞാൻ വെട്ടി നിരത്തലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു പോകുന്നുണ്ട് ട്രേഡ് എടുക്കുക എന്നുള്ളത്. വെട്ടി നിരത്തൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ട്രേഡ് എടുക്കാത്ത ആളുകളെ ക്ലാസ്സിൽ കയറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ ചിലവരൊക്കെ മുങ്ങും, ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുങ്ങും. അതൊക്കെ എനിക്കറിയാം. ഗസ്റ്റ് ഉണ്ടായിരുന്നു സാർ. എനിക്കറിയാം അത് ഗസ്റ്റ് ഉണ്ടായത് തന്നെ. എന്താണ് ഹരികൃഷ്ണൻ ഉണ്ടോ അവിടെ? ഹരികൃഷ്ണൻ അറിയില്ല. ഹരിനെ കണ്ടിട്ട് ഒരു ഇതായി. ഹരി ആക്ച്വലി ബിറ്റ് കോയിനിൽ ഒരു പിക്ക് ചെയ്തൊരു ട്രേഡ് ആണത് കേട്ടോ. ഹരി വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ ഒന്നും കറക്റ്റ് അല്ല. ട്രെൻഡ് ലൈൻ കറക്റ്റ് അല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നോക്കിയാൽ കാണാം, നോക്കിയാൽ കാണാം ട്രെൻഡ് ലൈൻ കറക്റ്റ് അല്ല. ട്രേഡ് സക്സസ് ആയിട്ടുണ്ട്, പക്ഷെ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ കറക്റ്റ് അല്ല. ആക്ച്വലി അത് ഇവിടുന്ന് തന്നെ വരച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ കിട്ടിയേനെ. ഇവിടുന്ന് തന്നെ വരച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ കിട്ടുന്ന ട്രേഡാണ്. സെയിം ട്രേഡ് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഇതിലേക്ക് കയറി പോകുന്ന ഒരു ട്രേഡ് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈൻ ഞാൻ എപ്പോഴും പറയുന്നത്, ഇവിടെ ഇപ്പൊ ഇന്നിപ്പോ ഒരാളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രാറ്റജി കറക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആളെ ഏകദേശം 2 മാസത്തിന്റെ മുകളിലായി നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും സ്ട്രാറ്റജി കറക്റ്റ് ആണോ, ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജി കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മളോട് ചോദിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലവട്ടം അവസരം കിട്ടി, പലവട്ടം നിങ്ങൾക്ക് ഇവിടെ ഡിസ്കഷൻ, പലവട്ടം കാണാനുള്ള വീഡിയോസ് കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ച എന്ന് പറയുന്നത് വലിയൊരു ആഴ്ചയാണ്. കാരണം ആകെ അരമണിക്കൂറിന്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരാഴ്ച നിങ്ങൾക്ക് അവസരം കിട്ടി, വരച്ചിടാൻ അവസരം കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ലൈവിൽ ഇരുന്ന് ഡിസ്കഷൻ ചെയ്യുന്നത് കാണാനും കേൾക്കാനും അതുപോലെ നിങ്ങൾക്ക് അവസരം കിട്ടി. അങ്ങനെ അതെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ട് ഇത് സ്ട്രാറ്റജി ആണോ എന്ന് ചോദിക്കുന്ന പരിപാടി തന്നെ മോശം പരിപാടിയാണ്. അപ്പൊ ഈ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോങ് ആണ്. പഴയ ആളുകൾക്ക് അറിയാം, പുതിയ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായി വരുന്നുണ്ടാവുള്ളൂ. ട്രെൻഡ് ലൈൻ്റെ വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി വരുന്നുണ്ടാവുള്ളൂ. എങ്കിലും ഇത് റോങ് ആണ്. റോങ് ആണെങ്കിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ബേസിക്കലി എന്താണ്, അത് ഒരു സ്ട്രാറ്റജി അല്ല, അത് റോങ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എന്താ, ആൽവിൻ ഒരേ മിസ്റ്റേക്കുകൾ തന്നെ വീണ്ടും വീണ്ടും വരുത്തുക എന്നുള്ളതാണ് ആൽവിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ആൽവിൻ ക്ലാസ്സിൽ ചീത്ത കേൾക്കാണ്ടിരിക്കാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണ്, ആർക്കെങ്കിലും അറിയോ? നമ്മുടെ 6 പോയിന്റിൽ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? സവീഷ്, എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞ? സവീഷ്, പ്രീതി, എന്താണ് ഇതിലെ പ്രശ്നം ഉണ്ടായിരുന്നു? 50% റീട്രേസ്മെന്റ് കഴിഞ്ഞതാണ് സാർ. 50% റീട്രേസ്മെന്റ് ഒന്നാമത്തെ കാര്യം, അതോടെ കിടക്കട്ടെ. കൗണ്ടർ ആയതുകൊണ്ട് 50%. അല്ലാതെ ഉണ്ടല്ലോ, വേറെ ഉണ്ടല്ലോ. നോക്കിയാ 2 തവണ ഒരു 4 തവണ 1 2 ഇതിനെ ഒന്നാക്കി കൂട്ടിയാൽ മതി. ഇതിനെത്രയാണ്? 1 2 എന്ന് വെച്ചാൽ 3 തവണ വന്നിട്ടാണ് കയറി പോകുന്നത്. അതായത് 3 തവണ വന്നിട്ട് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യാതെയാണ് മുകളിലോട്ട് കയറി പോകുന്നത്. എന്താണ് നമ്മുടെ ഈ 6 പോയിന്റിൽ ഒരെണ്ണം ഉണ്ടോ? അത് ഉണ്ടോ സവിഷേ? ഇല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. 6 തവണയിൽ ഇതുണ്ട്. അപ്പോ അറിയോ, 6 പോയിന്റിലുള്ള ആളുകൾക്ക് ഇതെന്താണ് പ്രശ്നം എന്നറിയോ? മനസ്സിലായോ എന്ത് പറ്റിയതാണ്? ഒന്ന്, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇങ്ങനെ നിന്ന്, അത് മൾട്ടിപ്പിൾ ടൈം നമ്മളിപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എന്താണ്, മൾട്ടിപ്പിൾ ടൈം ഒരു ഏരിയയിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ട് മാർക്കറ്റ് റിജക്ഷൻ തരുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നിന്ന് മൾട്ടിപ്പിൾ ടൈം എന്ന് വെച്ചാൽ 1 2 3, ഇതിപ്പോ 1 മിനിറ്റിന്റെ ആയതുകൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ്സ് 5 മിനിറ്റ്സിന്റെ ആയതുകൊണ്ടാണ് 3 കാണിക്കുന്നത്. ഇതിപ്പോ 1 മിനിറ്റ് ആണെങ്കിൽ ഇതിലും കൂടുതലാണ് കിട്ടിയേനെ. അപ്പൊ ഇത്ര അധികം മാർക്കറ്റ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് താഴോട്ടേക്ക് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് മൂവ്മെന്റ് തരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകാനുള്ള. ഇവിടെ തന്നെ നോക്കിയാൽ കാണാം, ആൽവിൻ വരച്ചിട്ടിരിക്കുന്ന ഒരു ഏരിയ നോക്കിയാൽ കാണാം 1 2 3. കണ്ടോ, മാർക്കറ്റ് ഇറങ്ങി വന്നോണ്ടോ? 50% റീട്രേസ്മെന്റിലേക്ക് ഇറങ്ങി വന്നത്. ഈ ഒരു ഏരിയയിൽ ഇവിടെ ഇതെന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു, മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. ഇവിടെ തന്നെ നോക്കിയാൽ കാണാം. ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഇവിടെ എന്താണ് ഈ ഒരു ഏരിയന്റെ പ്രത്യേകത നോക്കിയാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നത്. ക്ലിയർ ആവുന്നുണ്ടോ ആർക്കെങ്കിലും? ഞാൻ വെറുതെ എടുക്കുന്നതാണോ? അതും പറയാനാളില്ലേ? ക്ലിയർ ആവണുണ്ടോ എന്ന് പറയാനാളില്ലേ?
ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ട്. ആൻഡ് നമുക്ക് ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഫഹീം ഇന്നലെ ഇത് കഴിഞ്ഞിട്ടാ വന്നത്. ഈ ഒരു ട്രേഡ് എടുക്കരുത് എന്നുള്ളത് നമ്മൾ ഇന്നലെ സിനാനോട് സംസാരിച്ച കാര്യമായിരുന്നു. കാരണം ഈ ട്രെൻഡ് ലൈനിന്റെ എന്താണ് ഇതൊരു പ്രത്യേകത എന്താണ്? ഈ ട്രെൻഡ് ലൈൻ വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വളരെ ചെറിയ സ്ലോപ്പാണ് അല്ലെ? ഒന്ന് പോട്ടെ, ഇതിൽ എവിടെയാണ് ട്രേഡ് വെച്ചിരിക്കുന്നത് എന്നുള്ള ആർക്കറിയാം? ഇവിടെ എവിടെയോ ആണ് ട്രേഡ് വെച്ചിരിക്കുന്നത് അല്ലെ? ഇതിലാണ് ട്രേഡ് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് നമ്മുടെ സ്ട്രാറ്റജിയിലെത്തുക? ആ ട്രേഡ് ഇവിടെയാണ് ട്രേഡ് വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് നമ്മുടെ സ്ട്രാറ്റജിയിലെത്തുക? ഈ ഏരിയ എങ്ങനെയാണ് സ്ട്രാറ്റജിയിലെത്തുക? ഇനിയിപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ മറ്റേ ഇപ്പൊ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ആൽവിന്റെ ഡിസ്കസ് ചെയ്ത ഇവിടെ തന്നെയാണെങ്കിൽ ഈ ട്രേഡ് അവോയ്ഡ് ചെയ്യേണ്ട ട്രേഡാണ്. 1 2 3 അവോയ്ഡ് ചെയ്യേണ്ട ട്രേഡാണത്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല പുതിയ ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളത് പഠിക്കുക, സ്ട്രാറ്റജി പഠിക്കുക. ഇതിപ്പോ രണ്ടാമത്തെ ആളാണ്. ഇതിപ്പോ ഒരാൾ എന്നോട് ഡയറക്റ്റ് ചോദിച്ചത് സ്ട്രാറ്റജി ആണെന്ന് ചോദിച്ചു. ഇപ്പൊ ഒരാളിത് വരച്ചു വെച്ചിരിക്കുന്നത് ജംഷീർ. ഇതെങ്ങനെയാണ് എടുത്തത്? അത് ഞാൻ 50 മിനിറ്റ്സിൽ വരച്ചു. 50 മിനിറ്റ്സിൽ വരച്ചു എടുത്തു, കാര്യങ്ങളൊക്കെ ഓക്കെ. ഇത് വരയ്ക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി പ്രകാരം MSS കിട്ടണം, BOSS കിട്ടണം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 2 BOS മൂന്നാമത്തെ BOSSലാണ് എടുക്കേണ്ടത്. ആണോ? അറിയില്ല. ജംഷീറിനും അറിയില്ല, എനിക്കറിയാം. ജംഷീറിനും അറിയില്ല, എനിക്കറിയാം. അറിയില്ല എന്നുള്ളത്. അപ്പൊ ഇതിങ്ങനൊരു വര വരുന്ന സമയത്ത് അതിവിടെ മീറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ വെറുതെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടല്ല ട്രേഡ് എടുക്കേണ്ടത്. വരയ്ക്കുന്ന ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ മാർക്കറ്റ് മൂവ്മെന്റും മീറ്റ് ചെയ്യണം. മാർക്കറ്റ് മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത്. ഇത് ആക്ച്വലി നോക്കുന്ന സമയത്ത്, സിമ്പിൾ ആയിട്ട് നോക്കുന്ന സമയത്ത് അപ് ട്രെൻഡ് ആണ് മാർക്കറ്റ്. ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതാണ് മാർക്കറ്റ്. അപ് ട്രെൻഡ് ആണ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇപ്പോഴും നോക്കിയാൽ കാണാം. നിങ്ങൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് ഇപ്പോൾ നോക്കിയാൽ കാണാം. 5 മിനിറ്റ്സിന്റെ അല്ലെങ്കിൽ 3 മിനിറ്റ്സിന്റെ 50 മിനിറ്റ്സിന്റെ ഒക്കെ നോക്കിയാൽ കാണാം. മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകും. നല്ല കൺസോളേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ പോലും എന്താണ് ഒരു അപ് ട്രെൻഡ് മൂവ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെയാണ് ആദ്യത്തെ വര കഴിഞ്ഞിട്ട് ഇവിടെയാണ് BOS കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ BOS ഇതിന്റെ താഴെ കിട്ടണം. എന്നിട്ട് വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ താഴെ കിട്ടണം. വിസിബിൾ ആയ ഏരിയന്റെ താഴെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് വരുന്ന റീടെസ്റ്റിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കണം? ഇവിടെയാണ് രണ്ടാമത്തെ റീടെസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റീടെസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു കയറുമ്പോഴാണ് നിങ്ങൾ ട്രേഡ് എടുക്കുക. ക്ലിയർ ആയോ? ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. മനസ്സിലായി? എനിക്ക് തോന്നുന്നില്ല മനസ്സിലായെന്നുള്ളത്. മനസ്സിലായിട്ടില്ലോ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ല? മനസ്സിലായി. എന്റെ താഴത്തെ അവിടെ ഒരു BOS കൂടി സംഭവിക്കണം. അത് സംഭവിച്ചിട്ടില്ല. ഇത് കിട്ടി. ഇത് എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ട്രേഡിങ് ഇത് എടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഉറപ്പിച്ച് പറഞ്ഞ കാര്യമല്ല. നമ്മുടെ സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൈം ഫ്രെയിമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൗണ്ടർ ട്രെൻഡിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല, പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് എപ്പോഴും ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ BOS കാണുന്നുള്ളൂ ഇവിടെ. രണ്ടാമത്തെ BOS കാണുന്നില്ല. ഒന്ന് വരച്ചതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ജംഷീറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, വരച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. വരച്ചെന്ന് വെച്ചാൽ കൃത്യമായിട്ട് വരച്ചിടണം. ഇവിടെ പോയിന്റ് 1, ഇവിടെ പോയിന്റ് 2, ഇവിടെ പോയിന്റ് 3, അതുപോലെ BOS എന്നുള്ള വരച്ചിടണം. അല്ലെങ്കിൽ MSS ആണെങ്കിൽ MSS, BOS എന്നുള്ള വരച്ചിടണം എന്നുള്ളത്. അതൊന്നും കാണുന്നില്ല. അപ്പോൾ മനസ്സിലാവണം കേട്ടോ. ഓക്കെ. വീണ്ടും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞത്, സ്ട്രാറ്റജി ഒരു വിധത്തിൽ നോക്കാത്തതാണ്. ഇതിലെന്താ സ്ട്രാറ്റജി ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിൽ സ്ട്രാറ്റജി ഉണ്ടോ എന്നുള്ളത്? ഉണ്ടോ? ഇതിലുണ്ടോ സവീഷേ? സ്ട്രാറ്റജി ഉണ്ടോ? ഇതിൽ ട്രെൻഡ് ലൈൻ വരച്ചത് റോങ് ആണ്. പിന്നെ കാണുന്നത് സ്ട്രാറ്റജി ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. സ്ട്രാറ്റജി ഇല്ല. MSS ഒന്നും കിട്ടിയിട്ടില്ല. MSS കിട്ടിയിട്ടില്ല.
സ്ട്രാറ്റജി ചെറിയ ഇല്ലേ അത്? വിയേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇല്ല. ഏസ് കിട്ടിയിട്ടുണ്ട്, എന്നാലും ഇല്ല അത്. ആ ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല ഇല്ല. ഈ ട്രേഡ് എന്ത് സംഭവിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതില്ല, എന്ത് സംഭവിച്ചിട്ടുണ്ട്? ദേ, വെറുതെ ഒരു ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് എന്ത് സംഭവിച്ചിട്ടുണ്ട്? എന്ത് സംഭവിച്ചിട്ടുണ്ട്? SL അടിച്ചിട്ട്. SL സ്ട്രാറ്റജി ഇല്ലേ? സ്ട്രാറ്റജി ഇല്ല, അതിൽ SL സംഭവിച്ചിട്ടുണ്ട്. അപ്പോ മ്യൂട്ട് ചെയ്യും, സവിഷം മ്യൂട്ട് ചെയ്യും. അപ്പൊ എല്ലാവരോടും കൂടി പറയുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെറുതെ ഞാനല്ല സാറേ, വേറെ ആരാണ്? സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെറുതെ ഒരു കാര്യമല്ല. അതിന്റെ പോയിന്റുകൾ, പറഞ്ഞ പോയിന്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യണം. ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അതിന് ഇന്ന ടച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്നത് വരുന്ന സമയത്ത് ട്രേഡ് എടുക്കലല്ല സ്ട്രാറ്റജി. മാർക്കറ്റ് മൂവ്മെന്റ് കൂടി ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, വീണ്ടും ഇതൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു തെറ്റൊക്കെ അനാവശ്യമായ തെറ്റുകളാണ്. അനാവശ്യമായ മാർക്കറ്റിന് ഇത് കൊടുക്കലാണ്, പൈസ കൊടുക്കലാണ്. ഓക്കെ, ആൻഡ് ഞാൻ അതിന് റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആരാ സ്ട്രാറ്റജി എന്ന് പറയാന്ന് പറഞ്ഞത്. ഇതെന്താണ് ജംഷീർ? ഇതെന്താ ജംഷീർ? വേദം അത് സാറേ ഞാൻ മോള് ആദ്യം വരച്ചിട്ടതാണ്, ഡിലീറ്റ് ആക്കിയില്ലേ. അത് കഴിഞ്ഞാണ് രണ്ടാമത് കിട്ടിയത് താഴ്ന്ന്. ആ FPG വന്നപ്പം എടുത്തതാ. ഇതിലെവിടെ നമ്മളെ സ്ട്രാറ്റജി? സാറേ രാവിലെ മറ്റേ ഇംബാലൻസിൽ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാന് എന്താണ് ജംഷീർ, 2 മാസമായിട്ട് ജംഷീർ എന്തൊക്കെയാണ് നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള ട്രേഡുകളാണ് ഇടാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് സ്ട്രാറ്റജി ബേസ് ചെയ്ത ട്രേഡ് ആണോ? ഞാൻ നിങ്ങൾക്ക് തരുന്ന ട്രേഡുകൾ അവിടെ ഇടാനല്ല പറഞ്ഞിരിക്കുന്നത്. സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള ട്രേഡുകളാണ് അവിടെ ഇടേണ്ടത്. അതിൽ നിങ്ങൾ എടുക്കുന്ന, അങ്ങനെയാണ് എനിക്ക് പറയാലോ, നിങ്ങൾ എടുക്കുന്ന ട്രേഡുകൾ മുഴുവൻ അവിടെ ഇടാൻ പറയാലോ. ഇപ്പൊ നമ്മളിപ്പോ ക്ലാസിന്റെ തുടക്കത്തിൽ പറയുന്ന പോലെ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പോയിന്റിൽ കൂടെ മാത്രം പോവുക എന്നുള്ള കാര്യം നമ്മൾ അവിടെ സൂചിപ്പിച്ചത്. ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു സ്ട്രാറ്റജി കൂടെ മാത്രം പോവാം. ഇവിടെ എനിക്കറിയാം കുറെ ആളുകൾ പുറത്തുനിന്ന് ട്രേഡ് എടുക്കുന്നുണ്ട്, അവരോടൊക്കെ അങ്ങനെ ഇടാൻ പറഞ്ഞാലോ. അപ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അവിടെ സ്ട്രാറ്റജി ബേസ് ചെയ്ത് മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, ആൽവിൻ ജസ്റ്റ് മിസ്ഡ് TP എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, TSL ഹിറ്റ്. ഇനി നോക്കിയേ, മൊബൈലിലൊരു പ്രശ്നം എന്നുള്ളത് നമ്മൾ സംസാരിച്ചോ. ഇത് നമ്മുടെ സ്ട്രാറ്റജി വരച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്, കാര്യങ്ങൾ വന്നിട്ടുണ്ട്, വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്താണ് ഇത്രയും അടുത്ത് വന്ന് കഴിഞ്ഞ് ഹിറ്റ് ചെയ്തിട്ട് പിന്നെ TSL അടിക്കാതെ പറഞ്ഞു വലിയൊരു കാര്യമാണ് അല്ലെ? ആണോ? ഇപ്പോഴൊന്നും ആരും തരുന്നില്ല, അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ടിരിക്കുക നല്ലത്. ഷെബിലും ഇല്ല. ഷെബില് ഉണ്ടോ? ഷെബിലുണ്ടോ? ഷെബില് വർക്കായിട്ടുണ്ട്, സ്ട്രാറ്റജി വർക്കായിട്ടുണ്ട്. അതായത് കറക്റ്റ് പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം അല്ലെ? എത്ര? 1:2 1:3 ആവും? 1:2.5 1:2. ഓക്കെ, കറക്റ്റ് ആണ്. ഇപ്പോൾ MSS വരച്ചിട്ടുണ്ട്, മേജർ MSS കിട്ടിയിട്ടുണ്ട്, പിന്നെ അതിലുള്ള BOSS കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറയാണ്ട്, പ്രത്യേകിച്ച് ഷബീറിനോട് പറയാണ്ട്, ഇത് വെറുതെ ബൈ ലെക്ക് കൊണ്ട് മാത്രം സംഭവിച്ചതല്ല എന്നുള്ളത് പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ പഠിക്കുക? ഈ ഒരു ട്രേഡ് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ സർക്കംസ്റ്റാൻസുകൾ നോക്കാം. ആക്ച്വലി ഇവിടെ നിന്ന് എന്ത് കിട്ടേണ്ടതാണ്? ഒരു റിവേഴ്സൽ കിട്ടേണ്ടതാണ് അല്ലെ? റിവേഴ്സൽ കിട്ടേണ്ടതാണ് ആണോ? അല്ലെ? റിവേഴ്സൽ കിട്ടിയില്ല, അതായത് എന്താണ് ഇവിടെ നിന്ന് റിവേഴ്സൽ അല്ലെങ്കിൽ റിജക്ഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലോ എടുക്കേണ്ടതാണ്, ഇത് എടുക്കേണ്ടതാണ്, കിട്ടിയിട്ടില്ല. അപ്പൊ നോക്കുക ഇവിടെ എന്തുണ്ട്? 1 അവറിന്റെ ഇംബാലൻസ് എന്ന് പറഞ്ഞിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ? 1 അവറിന്റെ ഇംബാലൻസ് എന്ന് പറഞ്ഞിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്.
1 അവറിന്റെ ഇംബാലൻസ് വെച്ച് വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നെക്സ്റ്റ് 1 അവറിന്റെ ഒരു ഏത് ഏരിയയിലേക്കാവും പോവുക? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാവും പോവുക. മാർക്കറ്റ് എത്തിയിട്ടുണ്ടോ നോക്കിയാൽ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിരിക്കുന്നു. മാർക്കറ്റ് എത്തിയിട്ടുണ്ടോ നോക്കിയാൽ അറിയാം. മാർക്കറ്റ് ഇപ്പൊ ഇറങ്ങിയത് 1 അവറിന്റെ ഇംബാലൻസിൽ നിന്നാണ് ഇറങ്ങിയത്. ഇംബാലൻസിൽ നിന്നല്ല, റെസിസ്റ്റൻസിൽ നിന്നാണ് ഇറങ്ങിയത്. മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്ന ഏരിയയിൽ നിന്നാണ് ഇറങ്ങിയപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല എന്നുള്ളത് ഒരെണ്ണം എസ് എൽ അടിച്ചപ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ നിന്ന് ആക്ച്വലി എന്താണ്, ഇത് താഴെ വന്ന് ഒരു ലോനെ എടുത്തിട്ടായിരിക്കണം പോകേണ്ടത്. പക്ഷെ ഇത് എടുത്തില്ല. അത് അതിന് പകരം എന്ത് ചെയ്തു, മാർക്കറ്റ് ഇവിടെ വന്ന് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ടാണ് പോയത്. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ശരി? മനസ്സിലാവുന്നുണ്ടോ? വിട്ടു കളഞ്ഞോ? ഇനി നാളെ നോക്കുവോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവോ? ഇപ്പൊ ശ്രദ്ധിക്കലുണ്ട്. ഇതിലുണ്ടോ? രാവിലത്തെ വീഡിയോ ഒക്കെ കണ്ട് ഫുള്ള് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ട്രേഡ് എടുക്കുള്ളൂ. ഓക്കെ. ആൽവിന്റെ വീണ്ടും ഉണ്ട് ഇവിടെ. ആൽവിനെ ഞാൻ പിക്ക് ചെയ്യുന്നില്ല, കാരണം ആൽവിൻ ഇല്ലാത്തതുകൊണ്ട് പിക്ക് ചെയ്യുന്നില്ല. എസ് എൽ അടിച്ചാണ്. സൂരജ് പറയൂ. സൂരജില്ലേ ഇവിടെ? സൂരജില്ലേ? സൂരജ് പറഞ്ഞു കഴിഞ്ഞിട്ട് സൂരജിന് തന്നെ അറിയാം എന്താ ഇവിടെ സംഭവിച്ചെന്ന്. എന്തായിരുന്നു റീടെസ്റ്റ് നടക്കാത്ത ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു റീടെസ്റ്റ് നടക്കാത്ത ഏരിയ ഉണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു? ഇംബാലൻസ് ഉണ്ടായിരുന്നു. സിമ്പിൾ അല്ലേ? ഇനി അത് എങ്ങോട്ട് പോയി ഞാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങോട്ട് പോയി അത് ഞാൻ ഇന്നലെയും പറഞ്ഞു, മിഞ്ഞാന്നും പറഞ്ഞു. എന്താണ് പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്? പറഞ്ഞ കാര്യം എടുത്ത് കഴിഞ്ഞിട്ട് അവനെ ശ്രദ്ധിച്ചു. പിന്നെ എടുത്തു പോയ അങ്ങനെ തന്നെയാണോ? ഇതിന്റെ ഈ ലോ ബ്രേക്ക് ചെയ്തോ നടന്നോ? ഈ ലോ ബ്രേക്ക് ചെയ്തോ? അല്ല സോറി, ഈ ഹൈ ബ്രേക്ക് ചെയ്തോ? ബ്രേക്ക് ചെയ്തു. ഇപ്പോഴും അവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. ഹൈ ബ്രേക്ക് ചെയ്തു. സിമ്പിളാണ്. നമ്മുടെ സ്ട്രാറ്റജിയിൽ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങൾ ആ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തുന്ന സമയത്ത് മാർക്ക് അവോയ്ഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇത് അവോയ്ഡ് ചെയ്യേണ്ട ട്രേഡ് ആയിരുന്നു അല്ലേ? കാരണം റീടെസ്റ്റ് ചെയ്തിട്ടില്ല, പ്ലസ് ഒരു ഇംബാലൻസ്, പ്ലസ് റീടെസ്റ്റ്, 2 കാര്യങ്ങളുണ്ട് നമുക്ക് അവിടെ ഇല്ലേ? ഓക്കെ. നിങ്ങൾ പക്ഷെ പറഞ്ഞ കാര്യമാണ് ചെയ്യുന്നത് കേട്ടോ. പറഞ്ഞ കാര്യമാണ് നിങ്ങൾ തെറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇന്നലെയും കൂടി ഞാൻ സൂരജിനോട് പറഞ്ഞോളൂ. ഷാജഹാൻ ബി ഞാൻ ഷാജഹാൻ തന്നെ തൃപ്തിപ്പെടുത്താത്ത ട്രേഡ് അല്ലേ സത്യം പറയും? അല്ലല്ല, ഇത് ഞാന് അങ്ങനെ പറഞ്ഞൂടാ. ഞാൻ കുറച്ചേരം ഇരുന്ന സമയത്ത് കണ്ടപ്പോ പെട്ടെന്ന് എടുത്തു എന്ന് മാത്രം. അത് തന്നെയല്ലേ എടുത്തില്ല, 2 സൈഡ് എടുത്തില്ലോ എന്നുള്ളൊരു അതിനെ ഞാൻ ചോദിച്ചത് എന്നെ തൃപ്തിപ്പെടുത്താൻ എടുത്ത ട്രേഡ് അല്ലേ? ഇത് നമ്മുടെ 6 പോയിന്റിൽ ഒരെണ്ണാണ്. എന്താണ് ഇവിടെ എന്താണ് മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാണ് ഇവിടെയുണ്ട്, ഒരെണ്ണം കൂടി ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞ ഈ മാർക്കറ്റ് ഇറങ്ങി പോകുന്ന ഏരിയ അതാണ് ഹിറ്റ് ചെയ്തത്. 2 എന്താണ് ഇമ്പൾസീവ് മൂവ്മെന്റ് ആണ് അല്ലേ? ഞാന് മുകളില് ഇംബാലൻസ് എടുത്തിട്ടില്ല എന്നുള്ളൊരു ഇത് തോന്നിയായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങോട്ട് ഇംബാലൻസ് എടുത്തല്ലോ. ഏത് ഇംബാലൻസ് എടുക്കാത്ത? ഞാൻ ഇത് നോക്കിയിരുന്നു എന്നുള്ള ഈ ട്രേഡ് ഇവിടുന്നാണല്ലോ വീണത് മാർക്കറ്റ്. അതിന്റെ മുകളിലുള്ള ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ മാർക്ക് ചെയ്തിട്ടുള്ള ഇതിലോ? ഇല്ല, എന്റെ ഓർമ്മ ശരിയാണെങ്കിലേ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അതാണ് ഞാൻ എടുത്തത്. എനിവേ അങ്ങനെ എന്നാലും എന്താണ് ഇത് കൊണ്ടേ പോവുള്ളൂ. കാരണം അത് സ്ട്രോങ് ഏരിയ എന്നാണെങ്കിൽ ഇത് കൊണ്ടേ പോവുള്ളൂ. ഇറങ്ങി പോകുള്ളൂ. കാരണം പക്ഷെ പിന്നെ നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ മോളിക്ക്. ഇതിന്റെ ലോ എടുത്തിട്ടല്ലേ പോയത് അല്ലേ? അതെ, നോക്കട്ടെ ഞാൻ. അതിന്റെ ലോ എടുത്തിട്ടാണ് പോയത്. അല്ല, ലോ എടുത്തിട്ടല്ല പോയത്. അത് ലോ എടുത്തു. പക്ഷെ അതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മോളിൽ കയറി കൺസോൾട്ടേഷൻ ചെയ്ത് ഇംബാലൻസിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് എടുത്തു. ലോ എടുത്തു, താഴത്തേക്ക് ഇറങ്ങിയിട്ട് പോയെടുത്തു, പിന്നെയാണ് പോയത്. അതായത് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ ഉണ്ടാവും. എന്താണ് ഇമ്പോർട്ടന്റ് ആയ ഏരിയ ഉണ്ടായത്? 2642. എനിക്കത് മനസ്സിലാവണില്ല വരച്ചു വെച്ചു. ഇവിടെ എന്തായാലും ഇമ്പോർട്ടന്റ് ഏരിയ ഉണ്ടാവും. അപ്പൊ ഇതിന് ലോ എടുത്തിട്ട് ഇംബാലൻസ് തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് ഇംബാലൻസിലായിരിക്കും. ഇത് എവിടുന്ന വന്നതെന്നുള്ളത് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആയ ഏരിയ തന്നെയാണ് ഇവിടെ. കാരണം വെച്ചാൽ മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. നല്ല റിജക്ഷൻ കിട്ടിയ ഏരിയയാണ്, സപ്ലൈ നടന്ന ഏരിയയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ചിട്ട്. അപ്പൊ ഇത്രയും വലിയ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 6 പോയിന്റിലുള്ളതാണ് ഇമ്പൾസീവ് മൂവ്മെന്റ് അല്ലേ? മൂവ് 6 പോയിന്റുകളാണ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ.
അത് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ലോ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഇതിന്റെ ലോജിക്ക്. ഇങ്ങനെ പോകുന്നതിന് എന്താണ് ഒരു ബാലൻസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നത്, അല്ലെ? എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എടുക്കുക. ഇങ്ങനെ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ മാവുമ്മ കല്ലെറിയില്ലേ, അതേ അവസ്ഥയാണ്. കാരണം എന്താണ്, മാവുമ്മ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ വീണിട്ടുണ്ടെങ്കിൽ നേരെ പിടിക്കുകയാണ് താഴ്ത്തിക്ക് വീഴുള്ളൂ, അല്ലെ? താഴ്ത്തിക്ക് ന്യൂട്ടന്റെ നിയമം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ത്തിക്ക് മാവ് വീഴുള്ളൂ. കാരണം അതൊന്ന് വളരെ സ്ട്രോങ് ആയിട്ട് താഴ്ത്തേക്ക് വീഴും, അല്ലെ? അതുപോലെയാണ് ഇതെന്താണ് ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിൽ നിന്ന് പെട്ടെന്ന് ഒരു ക്വിക്ക് മൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ ഏരിയയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം. നേരത്തെ പറഞ്ഞ 6 പോയിന്റിനും അത് തന്നെയാണ്, ഇതിനും അത് തന്നെയാണ്. ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയയിൽ നിന്ന് ക്വിക്ക് മൂവ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ ഏരിയയിലേക്ക് മാർക്കറ്റ് വരുന്നു. മനസ്സിലായോ? മനസ്സിലാവാത്തൊന്നല്ല, ഞാനത് എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതല്ല കേട്ടോ. എനിക്ക് തോന്നിയത് എന്നെ സാധിച്ചു. കാരണം അറിയാത്ത ആളല്ലല്ലോ, പിന്നെ എന്താണ് എടുത്തതെന്നുള്ളത് തോന്നി, ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നി. ഒരു സാധ്യത എനിക്ക് ഉണ്ടെന്ന് തോന്നിയിട്ട് തന്നെ എടുത്തത്. ഷമാസ് ഉണ്ടോ അവിടെ? ഷമാസ് ഉണ്ടോ? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഇത് നമ്മുടെ ട്രെൻഡ് ലൈനേക്കാളും കൂടുതൽ അവിടെ വർക്ക് ചെയ്തിരിക്കുന്ന എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? റെസിസ്റ്റൻസ് ആണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ട്രെൻഡ് ലൈനേക്കാളും റെസിസ്റ്റൻസ് ആണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, അല്ലേ? അല്ലേന്നല്ല, നോക്ക്. മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഈ ഷമാസൻ ഇല്ല ഇവിടെ? ഞാൻ കേൾക്കണ ഷമാസൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നു. ഇത് ആക്ച്വലി റോങ് ഒന്നുമല്ല, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം റോങ് ഒന്നുമല്ല, കറക്റ്റാണ്. പക്ഷെ ഇവിടെ ഷമാസിന് ഫേവറബിൾ ആയത് എന്താണ്? റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ ആണ് ഷമാസിന് ഫേവറബിൾ ആയത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താണ് ഇവിടെ ഫേവറബിൾ ആയത് എന്നുള്ളത്. ട്രെൻഡ് ലൈൻ അല്ല, റെസിസ്റ്റൻസ് ഏരിയ ആണ്. എന്തുകൊണ്ട് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് നമ്മുടെ ഒരു സ്ട്രാറ്റജിയിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. കാരണം എന്താണ്, അവിടെ ഫേവറബിൾ ആയതിരിക്കുന്നത് ഷമാസിന് റെസിസ്റ്റൻസ് ഏരിയ. ക്ലിയർ ആയല്ലോ അല്ലെ? ഷമാസ് മനസ്സിലായല്ലോ അല്ലെ? എല്ലാവർക്കും മനസ്സിലായി? ഷമാസിന് മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ല, ആക്ച്വലി നമ്മുടെ സ്ട്രാറ്റജി ആണ്. പക്ഷെ ആ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നമ്മുടെ ഈ വര എന്ന് പറയുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ സ്ലോപ്പ് വളരെ ചെറുതായിട്ട് ഡിഗ്രി വളരെ ചെറുതാണ്. ഇത് എന്താണ് വളരെ ചെറിയൊരു ഡിഗ്രി ആണ് അതിന്റെ ആ ഒരു ചെരിവിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അല്ലേ? നമ്മൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ആ ഒരു സ്ട്രാറ്റജീനെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉള്ളതുകൊണ്ട് അത് സക്സസ് ആയിരുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കും അല്ലേ? ഓക്കെ. അപ്പോ ഏറെക്കുറെ ഇത് കഴിഞ്ഞു, സ്നാപ്സ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ ഡൗട്ടിന്റെ ഇന്നെടുത്ത PNL നോക്കാം. PNL എന്ന് പറയുന്നത് ജിതിൻ ട്രേഡ് എടുത്തിട്ടില്ല. ഷെല്ലി ഒരു ട്രേഡ് സക്സസ് +7 കിട്ടിയിട്ടുണ്ട്. ഷാജാൻ ഒരു ട്രേഡ് ബി ആണ്, ബ്രേക്ക് ഈവൺ ആണ്. ഫഹീം 3 ട്രേഡ് 2 സക്സസ് +5 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഫഹീമിന്റെ ഒരു ട്രേഡ് പോലും മര്യാദയ്ക്ക് വരച്ചിട്ടില്ല. ആൻഡ് സുരാജ് ഒരു ട്രേഡ് ഒരു ലോസ് പ്ലസ് അല്ല -10 ആണ് സുരാജ് വലിയൊരു ലോസ് ആയുള്ളത്. ജംഷീർ 2 ട്രേഡ് 2 സക്സസ്, പക്ഷെ ജംഷീറെ 2ന്റെയും വര ശരിയല്ല. ആൻഡ് അതിനാൻ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. അതിനാൽ എന്ത് പറ്റി, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ട്രേഡുകളൊന്നും ഇല്ലല്ലോ. ലെവൽ 0ലേക്ക് പോകാനായോ? അല്ല സാറേ, നല്ല ഓപ്പോസിറ്റ് ഒന്നും കിട്ടിയില്ല. രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ടാണ് ക്ലാസ്സിന് പോക്ക് തുടങ്ങിയത് വീണ്ടും. അപ്പൊ രാവിലെ മാർക്കറ്റ് നോക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് വന്നത് നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. 50 മിനിറ്റ്സ് നോക്കിപ്പോ കുറച്ചായിട്ട്. ഓക്കെ. ഷെബിൽ ഒരു ട്രേഡ് ഒരു സക്സസ് 3.2. ഹരികൃഷ്ണ ഒരു ട്രേഡ് ഒരു സക്സസ് 45.79 എഴുതിയിട്ടുണ്ട്. ഹരികൃഷ്ണ ക്വാണ്ടിറ്റി എഴുതിയില്ല. ഹരികൃഷ്ണനോട് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് ഹരികൃഷ്ണൻ ക്വാണ്ടിറ്റി എഴുതിയില്ല. കാരണം കണ്ടില്ലേ, നല്ല ബുദ്ധിമാന്മാരാണ് നിങ്ങളൊക്കെ. ആൽവിൻ 3 ട്രേഡ് 2 ലോസ് ഒരു ബ്രേക്ക് -5.6. അപ്പൊ ഇത്രയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ ഇന്നും ട്രേഡ് എടുത്തിട്ടുള്ളൂ. ലോസും പ്രോഫിറ്റും ഏറെക്കുറെ മിക്സ് ആണ്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ 50% പ്രോഫിറ്റും 50% ലോസും ആണെന്ന് തോന്നുന്നു. എനിവേ,
എന്നും പറയുന്നത് പോലെ തന്നെ സ്ട്രാറ്റജി കുറവായിരുന്നു, നമുക്ക് ഓപ്പർച്യൂണിറ്റി കുറവായിരുന്നു. അല്ലെങ്കിൽ ഇന്നൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കുറവായിരുന്നു. കൃത്യമായി നോക്കിയാൽ മാത്രം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തിരി വലിയ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത്, അതായത് 15 മിനിറ്റ്സിലോ അതിന് മുകളിൽ നോക്കുന്ന സമയത്ത്. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിരുന്നു. ആരും അത് നോക്കുന്ന കാണാറില്ല, എന്താണ് കാര്യം എന്നുള്ളത് എനിക്കറിയില്ല. എനിവേ, സ്ട്രാറ്റജീസ് ഓപ്പർച്യൂണിറ്റീസ് കുറവായതുകൊണ്ടും അതുപോലെ തന്നെ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എല്ലാവർക്കും എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല ആളുകൾ സ്പോട്ടായിട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇതാണ് കഴിയട്ടെ. നല്ലൊരു മാർക്കറ്റ് വരുന്ന സമയത്ത് എല്ലാവരും ട്രേഡ് എടുക്കുക. ട്രേഡ് എടുക്കുക എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വലിച്ചുവാരി ട്രേഡ് എടുക്കലല്ല. 1 or 2 ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കിട്ടും. ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉണ്ടാവും. 1 or 2 ട്രേഡ് എടുക്കാൻ മിനിമം ശ്രമിക്കുക. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ തന്നെ അതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞ തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ശരിയെ കുറിച്ചിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്.